ആദ്യമായി ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിലെത്തുകയെന്ന ഇന്ത്യക്കാരുടെയും വിനേഷ് ഫോഗട്ടിൻ്റെയും സ്വപ്നം വെറും 100 ഗ്രാം തൂക്കത്തിൻ്റെ പേരിൽ തകർന്നു വീഴുന്നത് രാജ്യം കണ്ടു. ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരമാണ് വിനേഷ് ഫോഗട്ട്. എന്നാൽ ഫൈനൽ മത്സരത്തിന് മുൻപ് വിനേഷിൻ്റെ ഭാരം അളന്നപ്പോൾ അത് അനുവദിച്ചിരിക്കുന്ന പരിധിയേക്കാൾ 100 ഗ്രാം കൂടുതലാണെന്ന് വ്യക്തമായി എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. ആദ്യമായാണ് ഒരു ഒളിമ്പിക്സിൽ 50 കിലോ വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത്. ഫൈനലിന് മുൻപ് വരെയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫൈനൽ മത്സരത്തിൻ്റെ തലേ ദിവസം രാത്രി വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരം പരിശോധിച്ചപ്പോൾ ഏകദേശം 2 കിലോ 700 ഗ്രാം അധിക ഭാരം ഉണ്ടായിരുന്നു എന്നാണ് അധികൃതരുടെ വാദം. രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും 100 ഗ്രാം വ്യത്യാസത്തിൽ അയോഗ്യത സംഭവിക്കുകയായിരുന്നു എന്നാണ് ഒളിമ്പിക്സ് കമ്മിറ്റി പറയുന്നത്. അമിത ഭാരത്തെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിൻ്റെ സ്വർണ്ണ സ്വപ്നം തകരുകയായിരുന്നു. മാത്രവുമല്ല, മത്സരം നടക്കുകയും ആ മത്സരത്തിലാണ് വിനേഷ് ഫോഗട്ട് തോൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായും ഒരു വെള്ളിയെങ്കിലും രാജ്യത്തിന് ലഭിച്ചേനെ. 50 കിലോഗ്രാം ഭാരപരിധിയിൽ നിന്നുകൊണ്ട് വിജയിച്ച മത്സരങ്ങളെപ്പോലും ഒളിമ്പിക്സ് കമ്മിറ്റി പരിഗണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിനേഷ് ഫോഗട്ട് സെമി ഫൈനൽ വരെ എത്തിയത് ഭാരപരിശോധനയിൽ വിജയിച്ചിട്ട് തന്നെയാണ്. ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ വാദമനുസരിച്ച് ഫൈനൽ നടക്കുന്ന ദിവസത്തിൻ്റെ അന്നുള്ള ഭാരപരിശോധനയിലാണ് വിനേഷ് പരാജയപ്പെട്ടത്. എന്നാൽ ഇതുവരെ നടന്ന എല്ലാ മത്സരങ്ങളും റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് ഒളിമ്പിക് കമ്മിറ്റി വിനേഷിനെതിരെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ ഉറപ്പായും വിനേഷിന് വെള്ളി മെഡൽ നൽകാമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. പകരം ആദ്യം മുതലുള്ള മത്സരഫലങ്ങളിൽ നിന്നും താരത്തെ പുറത്താക്കുകയാണ് ഒളിമ്പിക് കമ്മിറ്റി ചെയ്തത്. എന്നാൽ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് കായിക കോടതിയിൽ അപ്പീൽ നൽകി. സംയുക്ത വെള്ളി മെഡൽ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. വെള്ളിയാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കൂടുതൽ പരിശോധനകൾക്കായി 24 മണിക്കൂറുകൾ കൂടി അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നത്. വിനേഷ് ഫോഗട്ടിനെ പുറത്താക്കിയതിന് പിന്നിൽ ചില തൽപര തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന സംശയം ഉയരുന്നതിനിടയിലാണ് വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന ആവശ്യവും ഉയർന്നത്. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹുഡയും TMC MP അഭിഷേക് ബാനർജിയും വിനേഷിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പ്രസ്തുത ആവശ്യത്തോട് കോൺഗ്രസ് പാർട്ടി അനുകൂലമായാണ് പ്രതികരിച്ചതെന്നാണ് വിവരം. ഹരിയാനയിൽ നിന്നു തന്നെ വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് കോൺഗ്രസ് പ്രതിനിധിയായി അയക്കാനുള്ള ആഗ്രഹമാണ് നേതാക്കൾ പ്രകടിപ്പിച്ചത്. സംസ്ഥാനത്ത് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് അയക്കുമായിരുന്നു എന്നാണ് ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹുഡ പറഞ്ഞത്. വാർത്താ ഏജൻസിയോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹരിയാനയിൽ നിലവിൽ ഒരു സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെന്നും തൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ വിനേഷിനെ രാജ്യസഭയിലേക്ക് അയക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഒരു പടി കൂടി കടന്നാണ് TMC ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി വിനേഷ് ഫോഗട്ടിനു വേണ്ടി രംഗത്തെത്തിയത്. വിനേഷ് ഫോഗട്ടിന് ഒന്നുകിൽ ഭാരതരത്ന നൽകി ആദരിക്കണമെന്നും അല്ലെങ്കിൽ അവരെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ വിനേഷിൻ്റെ ഗുരുവും അമ്മാവനുമായ മഹാവീർ ഫോഗട്ട് ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വിനേഷിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ഭൂപീന്ദർ ഹുഡ സംസാരിക്കുന്നതെന്ന് മഹാവീർ ഫോഗട്ട് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ എന്തുകൊണ്ട് ഗീതാ ഫോഗട്ടിനെ അയച്ചില്ലെന്നാണ് മഹാവീർ ചോദിക്കുന്നത്. അന്ന് ഹുഡ സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത്. തൻ്റെ മക്കളായ ഗീതയെയും ബബിതയെയും DSP ആക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഹുഡ രാഷ്ട്രീയ വിവേചനം കാണിക്കുകയായിരുന്നു. ഗീതയെ ഇൻസ്പെക്ടറും ബബിതയെ സബ് ഇൻസ്പെക്ടറുമാക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ ഞങ്ങൾ കേസിന് പോയി. ഒടുവിൽ കോടതി വഴിയാണ് പ്രശ്നം പരിഹരിച്ചതെന്നും മഹാവീർ ഫോഗട്ട് പറഞ്ഞു. ഹരിയാനയിൽ രാജ്യസഭാ സീറ്റ് ഒഴിവുണ്ടെന്നും കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ വിനേഷിനെ രാജ്യസഭയിലേക്ക് അയക്കുമായിരുന്നുവെന്നാണ് ഭൂപീന്ദർ ഹുഡ ചൂണ്ടിക്കാട്ടിയതും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉടലെടുത്തതും. ഹരിയാനയിൽ ഭൂപേന്ദർ സിംഗ് ഹുഡ ലോക്സഭയിലേക്ക് പോയതോടെ രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ്. 2026 ഏപ്രിൽ 9 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഓഗസ്റ്റ് 14 പുറപ്പെടുവിക്കുമെന്നാണ് അറിയുന്നത്. അതിന് പ്രകാരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 21 എന്നും അറിയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വിനേഷ് ഫോഗട്ട് രാജ്യസഭയിലേക്ക് അയക്കാൻ തീരുമാനിച്ചാലും ഇക്കാര്യത്തിൽ പ്രതിബന്ധമുണ്ടാക്കും. കാരണം വിനേഷ് ഫോഗട്ടിൻ്റെ പ്രായത്തിൻ്റെ കാര്യത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്നത്. ഒരു വ്യക്തിക്ക് 30 വയസ്സോ അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമേ രാജ്യസഭാ അംഗമാകാൻ കഴിയുകയുള്ളൂ എന്ന നിയമം ഇന്ത്യയിലുണ്ട്. വിനേഷ് ഫോഗട്ടിന് നിലവിൽ 29 വയസ്സ് മാത്രമാണുള്ളത്. ഓഗസ്റ്റ് 25 മാത്രമാണ് വിനേഷിന് 30 വയസ്സ് പൂർത്തിയാകുന്നത്. അതായത് ഇത്തവണ അവർക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആഗ്രഹിച്ചാലും കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ.
കാരണം 4 ദിവസം മുൻപ് ഓഗസ്റ്റ് 21-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിക്കും. അതായത് ഏതെങ്കിലും പാർട്ടി അവിടെ ഹരിയാനയിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചാലും വെറും 4 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ ആ പത്രിക തള്ളുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം രാജ്യസഭയിലെ 245 അംഗങ്ങളിൽ 12 പേരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം. ഭരണഘടനയുടെ 83 അനുച്ഛേദം അവർക്ക് ഈ അവകാശം നൽകുന്നു. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാവുന്ന അംഗങ്ങൾ സാഹിത്യം, ശാസ്ത്രം, കല തുടങ്ങിയ ഏതെങ്കിലും മേഖലകളിൽ അനുഭവ പരിചയം ഉണ്ടായിരിക്കണമെന്ന നിർബന്ധവുമുണ്ട്. നിലവിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത 12 അംഗങ്ങളിൽ 4 പേരുടെ കാലാവധി ജൂലൈ 13-ന് അവസാനിച്ചു. രാം ഷക്കൽ, രാകേഷ് സിൻഹ, സോണാൽ മൻസിംഗ്, മഹേഷ് ജെഠ്മാലിനി എന്നിവരും അതിലുൾപ്പെടുന്നു. ബാക്കിയുള്ള 8 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കാൻ ഇനിയും സമയമുണ്ട്. അതായത് നിലവിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് 4 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം. കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് ഒരാളെ നാമനിർദ്ദേശം ചെയ്യാം. അത്തരമൊരു സാഹചര്യത്തിൽ വിനേഷ് ഫോഗട്ടിനെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം എന്നർത്ഥം. ഒരു രാജ്യസഭാ MP ആകുവാൻ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്? രാജ്യസഭയിൽ അംഗമാകണമെങ്കിൽ അയാൾ തീർച്ചയായും ഇന്ത്യൻ പൗരനാവണം. പ്രായം 30 വയസ്സോ അതിനു മുകളിലോ ആയിരിക്കണം. രാജ്യസഭാംഗം തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാനത്തെ താമസക്കാരനായിരിക്കണമെന്ന നിയമം ഇല്ല. രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടില്ല. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾക്കും 2 വർഷം കൂടുമ്പോൾ വിരമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് 2 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാം. 6 മാസം കഴിഞ്ഞതിന് ശേഷവും അവർ ഒരു പാർട്ടിയിലും ചേർന്നില്ല എങ്കിൽ ആ അംഗത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണക്കാക്കും.